നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓഫ് പേജ് എസ് യുവിനെ പറ്റിയിട്ടാണ്. സോ ഓഫ് പേജ് എസ് യുവിൽ പ്രൊഫൈൽ ബിൽഡിംഗ് ആണ് ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൊഫൈൽ ബിൽഡിംഗ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? പ്രൊഫൈൽ ബിൽഡിങ്ങിന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സർവീസോ പ്രൊഡക്റ്റോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഗൂഗിളിൽ കാണാനുള്ള റീസൺ. പണ്ടൊക്കെ ഗൂഗിൾ മാപ്പിലായിരുന്നു ഇടുന്നത്, നമ്മൾ ലിസ്റ്റ് ചെയ്തിടുന്നത്. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഒരു ഗൂഗിളിൻ്റെ സർവീസസ് ആണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. സോ ഇത് വൺ ഓഫ് ദ പ്രൊഫൈൽ ബിൽഡിംഗ് ആണ്. ഇതുപോലെ ഒരുപാട് പ്രൊഫൈൽ ബിൽഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ലിങ്ക് ജനറേഷൻസും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഓഫ് പേജ് എസ് യുവിൻ്റെ സ്റ്റെപ്സുകളാണ്. അല്ലാണ്ട് വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ടെർമിനോളജീസും കുറേ ഒപ്റ്റിമൈസേഷൻസും കുറേ ടൈപ്പുമാണ് ഉള്ളത്. സോ എന്ത് സാധനം ഒരു തേർഡ് പാർട്ടി, ഇവിടെ അത് ഗൂഗിൾ ആണെങ്കിലും യാഹു ആണെങ്കിലും തേർഡ് പാർട്ടി സൈറ്റുകളിൽ നമ്മളൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ എന്താണ് അതെന്നുള്ളതും പ്രോപ്പറായിട്ട് വായിച്ചു വെക്കുക. തുറവായിട്ട് വായിച്ചു വെക്കുന്നതിന് ശേഷം മാത്രമാണ് അതിനുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ പാടുള്ളൂ. സോ നമുക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ തപ്പി നോക്കുക, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്താണെന്ന് തപ്പി നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് എന്ന് തപ്പി നോക്കിയാലും കിട്ടും. സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. കണ്ടോ, നമുക്ക് ഓൾറെഡി ഒരു മെർച്ചൻറ്റ് പ്രൊഫൈൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബിസ്പേജിന് ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് നോർമലായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് തുടങ്ങുക വെച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ബിസിനസ്സിൻ്റെ പേരടിക്കുക. അപ്പോൾ ഞാൻ ബിസ്പേജ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇത്, ഇപ്പോൾ ഓൾറെഡി ബിസ്പേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ, അതായത് നമ്മളൊരു കമ്പനി ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് പേരുകളും അടിയിൽ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്യും. നമുക്ക് ഓൾറെഡി ബിസ്പേജിന് 2 ഓഫീസുകളാണുള്ളത്. ഒന്ന് തൃശ്ശൂർ വെളിയന്നൂർ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, പിന്നെ പൂങ്കുന്നത്ത് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസർച്ച്. സോ ഇങ്ങനെ 2 സ്ഥാപനങ്ങളുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ പുതിയതായിട്ടൊരു സ്ഥാപനമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. ലെറ്റ്സ് സി, ഞാൻ ബിസ്പേജിൻ്റെ SEO എന്ന് പറയുന്നത്, ബിസ്പേജ് SEO എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആഡ് ചാക്കർ. ബിസിനസ്സിന് കാറ്റഗറി കൊടുക്കുക. ഇനി എന്ത് കാറ്റഗറിയാണ് നമ്മൾ ചെയ്യുന്നത്, ബിസിനസ് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് എന്നുള്ളത് കാണിക്കാനാണ് അവിടെ ബിസിനസ് കാറ്റഗറി ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ബിസിനസ് കാറ്റഗറി ആയിട്ട് എന്ത് കൊടുക്കും? ഇപ്പോൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസസ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അത് തന്നെ കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്തു. അവിടെ നോക്കിയിട്ട് യു വാണ്ട് ടു ആഡ് എ ലൊക്കേഷൻ കസ്റ്റമർ ക്യാൻ വിസിറ്റ് ലൈക്ക് എ സ്റ്റോർ ഓർ ഓഫീസ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുന്ന ലൈക്ക് ഒരു കോസ്മെറ്റിക് ഷോപ്പ് എങ്ങാനും ആണെങ്കിൽ നമ്മളവിടെ യെസ് കൊടുക്കണം. അതല്ല ഓൺലൈനായിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ നോ കൊടുക്കുക. നമുക്കിപ്പോൾ ഓൾറെഡി സർവീസും നമുക്ക് ഓഫീസ് അങ്ങനെയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. നമ്മുടെ ബിസിനസ് കാറ്റഗറി, ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കൊടുത്തിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോർ MC ടവർ പൂങ്കുന്നം തന്നെ കൊടുത്തു. ഏത് സ്റ്റേറ്റ് ആണ്? കേരള ആണ് സ്റ്റേറ്റ്. സോ ഞാനത് ഇവിടെ കേരള എന്നുള്ള സ്റ്റേറ്റ് തന്നെ കൊടുത്തു. സോ ഗോ ഫോർ നെക്സ്റ്റ്. നോക്കിയേ, അപ്പോൾ ചോദിച്ചു ഈസ് ദിസ് യുവർ ബിസിനസ്? സോ നമ്മുടെ ബിസിനസ് ഓൾറെഡി ഇതിലുണ്ടെങ്കിൽ എന്തായാലും ഇത് രണ്ടാമത് ചോദിക്കും. സോ ഇല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ബിസിനസ് കൊടുക്കുക. ഇത് നോർമലായിട്ടുള്ള കേസുകളിൽ ഒരേ പേരുണ്ടെങ്കിൽ ചോദിക്കില്ല, പക്ഷേ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് നമ്മുടെ ബിസിനസ് വേറെ ആരെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എടുക്കാനും ഇത് ഉപയോഗപ്പെടും. സോ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മുടെ സ്ഥലമുള്ളതെന്ന് കൊടുത്തു. കൺഫർമേഷൻ കൊടുത്തു. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നോക്കി നോക്കിയാൽ നമ്മുടെ ഇതിൽ ബിസിനസ് ഹോം വിസിറ്റ്സോ ഓഫീസ് വിസിറ്റ്സോ ഡെലിവറീസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഹോട്ടലാണെന്ന് വിചാരിക്കുക. ഹോട്ടലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അവിടുത്തെ ഒരു ഫുഡ് നമുക്ക് വേണമെങ്കിൽ ഡെലിവറി സർവീസസ് ആഡ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു കേസുകളിലാണ് നമ്മൾ യെസ് നോ കൊടുക്കുക. ഈവൻ നമ്മളിപ്പോൾ ഫീൽഡ് മാർക്കറ്റേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് യെസ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഞാൻ യെസ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഇനി ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്? ഇപ്പോൾ മാൻഹാട്ടൻ, ന്യൂയോർക്ക് ഒന്നും എടുക്കുന്നില്ല. നമ്മളിപ്പോൾ കൊടുക്കുന്ന സർവീസ് ഇപ്പോൾ ഖത്തറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ദോഹ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. സോ ദോഹ ഖത്തർ എന്ന് പറയുന്ന സ്ഥലം, ഇത് ഏതൊക്കെ സ്ഥലത്ത് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുത്ത് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സ്കിപ്പാണ് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഞാനിത് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി ഉണ്ട് പ്രൊഫൈൽ ഉണ്ടല്ലോ.
അത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. യു ആർ നൗ വെരിഫൈഡ്. സോ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ സർവീസസ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം, സർവീസ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ ലേറ്ററും നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ബിസിനസ് അവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ആഡ് ചെയ്യുക, പിന്നെ ബിസിനസ് ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണെന്ന് ആഡ് ചെയ്യുക, പിന്നെ നമ്മുടെ ഫോട്ടോസ്, ലോഗോസും കവർ ഫോട്ടോസും ഫ്ലയേഴ്സും ബ്രോഷേഴ്സും എല്ലാം ഇതിൽ മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ഞാനിപ്പോൾ ബിസ്പേജിൻ്റെ ലോഗോ എടുത്തിടാം. സോ ബിസ്പേജിൻ്റെ ലോഗോ ഞാൻ എടുത്തിട്ടു, നെക്സ്റ്റ് കൊടുത്തു. ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു ക്ലെയിം നമുക്ക് കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കാം. ഇവിടെ വെച്ചിട്ട് യുവർ എഡിറ്റ്സ് വിൽ ബി വിസിബിൾ വൺസ് യു ആർ വെരിഫൈഡ്. കേട്ടോ, അപ്പോൾ നമ്മുടെ എഡിറ്റ്സ് എപ്പോഴാണ് വിസിബിൾ ആവുക, വെരിഫൈ ആയി കഴിഞ്ഞാൽ വിസിബിൾ ആവും. ഈ ഒരു പ്രൊഫൈൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. യുവർ ഗൂഗിൾ ഈസ് പ്രോസസിങ് യുവർ വെരിഫിക്കേഷൻ, ഇറ്റ് മേ ടേക്ക് അപ് ടു 5 days. സോ നമ്മൾ കൊടുത്ത ഡാറ്റകളെല്ലാം കറക്റ്റ് ആണെന്ന് ഗൂഗിൾ ഒരു പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യും. ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ വെരിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് വൺ ഓഫ് ദ ബിസിനസ് ലിസ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് എവിടെ പോയിട്ട് അസസ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഒരു 9 ഡോട്ട്സ് ഉണ്ടാവും. ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഒന്ന് അത് മൂന്നാമത് എടുക്കാം, അതല്ലെങ്കിൽ ഏറ്റവും താഴത്തും ഉണ്ടാവാം. ഇതിൽ സ്ക്രോൾ ചെയ്ത് നോക്കി നോക്കുക എവിടെയാണ് ഗൂഗിൾ പ്രൊഫൈൽ മാനേജർ എന്നുള്ളത് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ നമ്മുടെ ബിസിനസ് എല്ലാം ഇങ്ങനെ ലിസ്റ്റായി കിടക്കുന്നുണ്ടാവും. ഇവിടെ കയറിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, മാനേജ് ചെയ്യാം. ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്കിത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പം റിമൂവ് ബിസിനസ് കൊടുത്തു. സോ ആ ബിസിനസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്തു. ഇനി ഞാൻ ബിസ്പേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു ഗൈസ്.